വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ. ഇന്ന് തന്നെ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരുടെ ബൗളർമാരുടെ ലൈനിൽ എന്ത് മത്സരം ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളാണ്. അതായത് വരുൺ ചക്രവർത്തിയെ തറ എനിക്ക് സംബന്ധിച്ചിട്ടുണ്ടായി. വരുൺ ചക്രവർത്തി വന്ന് ഇറങ്ങി വന്ന് അടിയും കുറയ്ക്കാൻ വയ്ക്കുക. അപ്പോ ഈ ഒന്നാമത് വരുൺ ചക്രവർത്തി കമ്പ്യൂട്ടർമാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതായത് വരുൺ ചക്രവർത്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ വേൾഡ് കപ്പിൽ വരുണിന്റെ ലെങ്താണ്. വരുണിന് ഒരു പ്രോപ്പർ ലെങ്ത് കണ്ടെത്താൻ കഴിയുന്നില്ല. അടി കൊള്ളുന്നുണ്ട്, വിക്കറ്റ് വീഴുന്നുണ്ട് മാത്രമാണ് ഇപ്പോഴും എറിയുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് മേടിച്ച് അടിയുന്ന സഹിക്കാൻ പറ്റുമോ? ഏതാണ്ട് 60 റൺ രക്ഷയില്ല. പക്ഷേ നമുക്ക് സഞ്ജുവിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ചേട്ടാ. സഞ്ജുവിന്റെ ഇന്നിംഗ്സ് അത് തന്നെയാണ്. മാൻ ഓഫ് ദ മാച്ച് സഞ്ജു തന്നെ ആയിരിക്കും. വേറെ തർക്കമൊന്നുമില്ല. ജേക്കബ് ബെത്തലിന് എന്തായാലും തർക്കമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ മെസ്സി പാട്ടിൽ നമ്മുടെ കളിയിലാണ് നമ്മുടെ കളി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് മുമ്പാണ് ഇന്ത്യയുടെ യഥാർത്ഥ 11 എന്നാണ് തിരിച്ചറിഞ്ഞത്. നെറ്റിലൊക്കെ നടത്തി. അത് മാത്രമല്ല അതിനകത്ത് ക്രൂഷ്യലായ കുറെ സാധനം. ഇപ്പൊ തിലക് വർമ്മ താഴേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനം. ഒരു ഫിനിഷർ റോളിൽ തിലക് വർമ്മ എന്നുണ്ടെങ്കിൽ തിരുവർമ്മ കമ്പോട്ടാവുന്നു. ഇഷൻ കിഷൻ കഴിഞ്ഞു, സൂര്യകുമാർ യാദവ്. ടീം അങ്ങ് സെറ്റ് ആവുകയാണ്. ടീം സെറ്റ് ആകുമ്പോൾ അങ്ങനെ സെറ്റായ ടീമിന്റെ സഞ്ജു കൊടുത്ത ഏതോ എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് വരുന്നു. ഇപ്പം വെസ്റ്റ് ഇൻഡീസിന് ഇതിനായിട്ടുള്ള കളിയിൽ കൊടുത്ത സ്റ്റാർട്ട്, അതുപോലെ ഇന്നത്തെ കളിയിൽ കൊടുത്ത സ്റ്റാർട്ട് തന്നെയാണ്. അതായത് ആർച്ചർക്കിട്ട് കൊടുത്തു തുടങ്ങിയതാണ്. ഫസ്റ്റ് ഓവറിൽ ജോഫ്ര ആർച്ചർക്കിട്ട് ആടി തുടങ്ങിയതാണ്. ജോഫ്ര ആർച്ചർ സഞ്ജുവിന്റെ സ്റ്റംപ് പിടിയുമെന്നോ ക്യാച്ച് എടുക്കുമെന്നോ എന്തൊക്കെയോ കേട്ടിരുന്നു. അതുണ്ടാക്കിയൊരു മൊമെന്റ് ഉണ്ട്. അതുണ്ടാക്കിയൊരു തുടക്കം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കര ആശങ്കയാണ്. കാരണം സഞ്ജു ഒരു ഇതിനു മുമ്പ് ഒരു തവണ പോലും ആർച്ചർ സഞ്ജു നേരെ കളിച്ച് ഞാനുണ്ട്. സഞ്ജുവിനെ ഇഷ്ടം പോലെ ആട്ടി കൊടുക്കുന്നില്ല. പക്ഷെ ഇന്ന് നേരെ തിരിക്കാൻ സംഭവിച്ചത് ഇന്ന് എല്ലാം സുന്ദരമായി കണക്ട് ചെയ്തു. സഞ്ജു തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് എന്നതൊന്നും സഞ്ജുവിന് ഉറപ്പായിട്ടും വേറെ ആർക്ക് കൊടുക്കാൻ സഞ്ജുവിനല്ലാതെ വേറെ ഒരു മനുഷ്യന് കൊടുക്കാനില്ല മാൻ ഓഫ് ദ മാച്ച്. എക്സാക്ട്ലി. 2 അടുപ്പിച്ച് മാൻ ഓഫ് ദ മാച്ച് ഒരു മലയാളി താരം ഏറ്റുവാങ്ങുമ്പോൾ അതിൽ പല സന്തോഷം എന്താ ഉള്ളത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ സെമി കയറിയ മതിയാവും എന്നുള്ളൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു അടിച്ച 50 പന്തുകളിൽ നിന്നും 97 റൺസ്. അത് ഇന്ത്യക്ക് ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രമാത്രം നമുക്ക് അറിയാം. നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോൾ വീണ്ടും 7 റൺസിന്റെ മാർജിനാണ്. ആലോചിച്ച് നോക്കി, 7 റൺസിന് മാത്രമാണ് നമ്മൾ ജയിച്ചത്. ആ 7 റൺസിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞത് സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ് തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. 89 റൺസ്, 89 റൺ. വേൾഡ് കപ്പില് നമ്മുടെ യുവരാജ് സിംഗ് സെമിയിലും ഫൈനലിലും ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുപോയത്. അതായത് സെമിയിലും ഫൈനലിൽ യുവരാജായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. ഞാൻ ആ ടൂർണമെന്റ് മാൻ ഓഫ് ദി സീരീസ് അദ്ദേഹമായിരുന്നു. ഏതാണ്ട് ആ റോളിലാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ 2 കളികളിലായിട്ട് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് പറയുന്നത് ചിലപ്പോൾ ഈ ടൂർണമെന്റിന് താരമായി പോലും സഞ്ജു സാംസൺ മാറിയുള്ള അത്ഭുതപ്പെടാറില്ല. അതുപോലെയുള്ള ഇന്നിംഗ്സുകളാണ്. അത്ര കോൺഫിഡന്റിലാണ് അദ്ദേഹം കഴിയും. ഇന്നത്തെ ഷോട്ടുകളൊന്നും ഒന്നും കുറ്റം പറയാനില്ലാത്ത ആകപ്പാട് ഒരു മിനിസ്കറ്റ് സത്യം പറഞ്ഞാൽ ഹാരിബ്രൂക്കിന്റെ കയ്യിലേക്ക് പോയതാണ്. പക്ഷെ ആവേശം നോക്കില്ല ചേട്ടാ. ഓരോ ഗ്രൗണ്ടിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരായിക്കോട്ടെ, ഇത് ഫാൻ പാർക്കിൽ നിന്നും പലരും കളി കണ്ടിറങ്ങുന്നവരുണ്ട്. എല്ലാവരുടെയും മുഖത്തൊരു റിലീഫാണ്. അതായത് ഒരു ശ്വാസം ഒരുമിച്ച് എല്ലാവരും ഒന്നും പുറത്തേക്ക് വിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആഘോഷിക്കുകയാണ്. ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നു. 140 കോടി ജനങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കിതൊരു 1 സൈഡ് ഗെയിം ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആഘോഷിച്ചാണ്. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് വരെ ഇംഗ്ലണ്ട് കൊടുത്തൊരു ഫൈറ്റ്, ലാസ്റ്റ് ശിവം ദൂബയുടെ ഓവർ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായിട്ട് പോലും ആർച്ചർ കൊടുത്ത ഫൈറ്റ്, ഇംഗ്ലണ്ട് കൊടുത്ത ഫൈറ്റ്, ജേക്കബ് ബെത്തൽ കൊടുത്ത ഫൈറ്റ്, ടേക്ക് ഓഫ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഗംഭീരമായിട്ട് തന്നെയാണ് അവർ ഇത് ചേസ് ഡൗൺ ചെയ്തത്. 253 എന്ന യമണ്ടൻ ടാർഗറ്റ് ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് 2-3 വിക്കറ്റുകൾ തുടക്കത്തിലെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ മൊമെന്റം കൈയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അവിടെ ജേക്കബ് ബെത്തൽ എന്ന ഒറ്റയാൾ പോരാട്ടം നടത്തി. അവിടെ ജേക്കബ് ബെത്തലിന്റെ ഇന്നിംഗ്സ് കാരണം അവിടെ ഉണ്ടാക്കിയ ചേഞ്ച് വിൽ ജാക്സിന് കളിക്കാൻ സാധിച്ചു. ജോസ് ബട്ട്ലറിന് 17 പന്തിൽ 25 റൺസ് കൊടുക്കാനേ കഴിഞ്ഞെങ്കിൽ പോലും അതൊരു നിർണായകമായ തുടക്കമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ നമുക്ക് ആഘോഷിക്കേണ്ട സമയമാണ്. ഇനി ഞായറാഴ്ച ന്യൂസിലൻഡ് ആണ്. 5-4-1 നമ്മൾ ഈ T20 പരമ്പര ന്യൂസിലൻഡിനെതിരെ സ്വന്തമാക്കിയത്. അതുപോലെ ഒരു വിജയം ലാസ്റ്റ് ഫൈനലിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? നല്ല പോരാട്ടമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ഒരു ലക്ഷത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസ് കാണുമ്പോൾ അത് മാത്രമല്ല അവരുടെ ബൗളിംഗ് പെർഫോമൻസ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമുക്കറിയാം ജേക്കബ് ഡഫി അടക്കമുള്ള ബൗളർമാർ, ഷാരനെ പോലുള്ള സ്പിന്നർമാർ,
അവരും ഫൈറ്റ് ചെയ്യും. കാരണം അത്ര ഒരു വലിയ മേജർ ടൂർണമെന്റ് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഫൈനൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫൈനൽ നടക്കുന്ന വേദി. അതായത് നമ്മള് ഈ ബൗളിംഗും കൊണ്ട് ന്യൂസിലൻഡിന് പോയ വല്ല കാര്യം ഉണ്ടാവും എന്നുള്ള സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ചോദ്യമാണ്. ജസ്റ്റ് കമന്റ് സെക്ഷനിലോട്ട് പോയപ്പോഴാണ് വരുൺ ചക്രവർത്തിയെ സ്വാഭാവികമായിട്ടും ആളുകൾ ട്രോളുന്നു. വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവ് കളിക്കുമോ എന്നുള്ള ആശങ്കകളുണ്ട്. പക്ഷേ ഈ ബൗളിംഗും കൊണ്ട് ന്യൂസിലൻഡ് അടുത്ത് പോയി കഴിഞ്ഞാൽ അഹമ്മദാബാദ് സ്റ്റേഡിയം, വാങ്കഡെ നമ്മൾ 2011 ലോകകപ്പ് പൊക്കിയ നമ്മുടെ ഒരു ഫേവറേറ്റ് ഗ്രൗണ്ടാണ്. പക്ഷേ അഹമ്മദാബാദ് അങ്ങനെയല്ല. ഒന്നാമത് നമുക്ക് ആ ഗ്രൗണ്ട് രാശിയില്ല. രണ്ട്, ഈ ബൗളിംഗും കൊണ്ട് ചെന്നാൽ വലിയ ഗുണമുണ്ടാവോ? ബൗളിംഗ് എനിക്ക് തോന്നുന്നത് ഈ ലെവലിൽ മാറ്റം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പരമാവധി വന്നു പോയാൽ ഒരു പക്ഷേ ഈ പറയുന്നത് വരുൺ ചക്രവർത്തി വരും, കുൽദീപ് യാദവിനെ നൗസലിനെതിരെ ഫൈനൽ ഹർഷദീപിന് പകരം മുഹമ്മദ് സിറാജ് വരണമെന്നും കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ ഇവര് ഈ പ്രേക്ഷകർ പറയുന്നത് ഞാൻ അതുപോലെ അല്ലിച്ചാണ്ട് ഇട്ടുതരാണ്. ഹർഷദീപ് കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിന്റെ കളിയാൽ അത് ആദ്യത്തെ ഓവറുകളിലൊക്കെ തല്ലുവാങ്ങിയെങ്കിലും ഡെത്ത് ഓവറുകളിൽ മുൻപിലുണ്ടായിരുന്നു. ഇന്നും വലിയ കുഴപ്പമില്ലാതെ ഹർഷദീപ് എറിഞ്ഞുകൊണ്ട് പോയി. വലിയ കുഴപ്പം. 4 ഓവറിൽ 53 റൺസ് തുടങ്ങി. അതെ, അത് ഇന്ന് 250 അടിക്കുമ്പോ പിന്നെ സ്വാഭാവികമല്ലേ എന്നുള്ളത്. പക്ഷേ അതെ, എന്നാൽ പോലും നമ്മൾ ഇന്ത്യൻ ബൗളിംഗ് പ്രശ്നമാണ് എന്ന വാദത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടാ. ഐ തിങ്ക് ഒരു ചേഞ്ച് ഉച്ചയ്ക്ക് പറഞ്ഞല്ലോ. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ബാറ്റിംഗ് ആണ്. അത് ഇംഗ്ലണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2 ബാറ്റിംഗ് ടീമുകളുള്ള പോരാട്ടമാണ്. പിന്നെ എനിക്ക് നമ്മുടെ ഒരു ബൗളിംഗ് ടീം ആദ്യമായിട്ട് ഇത്രയും പരീക്ഷിക്കപ്പെട്ട ഒരു മത്സരം ഈ വേൾഡ് കപ്പിൽ വേറെ കാണും. സത്യം ഇത്രയും പരീക്ഷിച്ച ഒരു മത്സരം വേറെ കാണത്തില്ല. ഇത്രയും പരീക്ഷണം ഏറ്റുവാങ്ങിയ ഒരു ഇന്ത്യൻ ബൗളിംഗ് ലൈനപ്പ് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. വേറെ ഒരു മത്സരത്തിൽ നമുക്ക് ഇത്രയും പാടുപെടും. എവിടെ എറിയണമെന്ന് അറിയാമത് വട്ടായി പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. അതായത് ഇതിപ്പോ അക്ഷർ പട്ടേല് ഇതിനിടയ്ക്ക് കൂടെ ഒരു ഓവർ കഴിഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. അത് ഒന്നുമില്ല, അത് എക്സ്പീരിയൻസ് ആണ്. ഒന്നാലോചിക്കണം. കാരണം ഇത്രയും കളികൾ നൽകിയ ഒരു എക്സ്പീരിയൻസും പരിചയമാണ്. അതായത് അക്ഷർ പട്ടേൽ ആദ്യത്തെ 2 സിക്സ് അടിക്കുമ്പോൾ ആദ്യത്തെ ബോൾ ചെയ്തതിന്റെ 90 കിലോമീറ്ററാണ്. രണ്ടാമത്തെ ബോളറിയും അക്ഷർ 80 എറിഞ്ഞപ്പോ സിക്സാണ്. മൂന്നാമത്തെ വിക്കറ്റ് ബോൾ ഫ്ലൈറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 70. പക്ഷെ എല്ലാം നമ്മൾ ഈ അനാലിസിസ് ഒക്കെ മാറ്റി വെച്ചപ്പോൾ നമുക്കിപ്പോ സന്തോഷിക്കാൻ കഴിയുന്നു. നമുക്ക് ഓരോന്ന് നമ്മൾ എടുത്തു പറയാമെങ്കിൽ പോലും നമുക്കിപ്പോ എന്താ പറയാ, ഈ ജനങ്ങളോടൊപ്പം തന്നെ നമ്മൾ ആഘോഷിക്കുക വാങ്കഡെ സഞ്ജു ഡേ എന്ന് തന്നെ പറയാം. സഞ്ജു ഡേ ആയിട്ട് മാറുന്നു വാങ്കഡെ. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈഡൻ ഗാർഡൻസും സഞ്ജു അങ്ങ് എടുത്തോണ്ട് പോയി. ഈഡൻ ഗാർഡൻസ് ആയാലും വാങ്കഡെ ആയാലും ചെപ്പോക്ക് ആയാലും ഞാൻ കളിക്കാനുള്ള കളി ഞാൻ കളിക്കുമെന്ന് സഞ്ജു പറയുന്നുണ്ട്. സഞ്ജുവിന് കിട്ടുന്ന ആരവം, അതായത് ഞാൻ കഴിഞ്ഞ ചെപ്പോക്കിൽ വേണമെങ്കിൽ ശരി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു താരമാകാൻ പോവാണ് സഞ്ജു. അപ്പൊ അതിന്റെ ആരവം എന്ന് വിളിക്കാം. കൊൽക്കത്തയില് ഈ വാങ്കഡയില് സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ സഞ്ജു ചേട്ടാ എന്ന് നിലവിളിയാ. ഞാൻ പറയുന്നത് ഒരു പ്ലെയർ T20 ലോകകപ്പിൽ തഴഞ്ഞ പ്ലെയർ, ആ പ്ലെയർ അഭിഷേക് ശർമ്മ എന്ന വ്യക്തി വയ്യാണ്ടായപ്പോൾ പകരക്കാരനായി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ടീമിൽ സ്ഥാനമില്ല. അത് കഴിഞ്ഞ് വീണ്ടും കളിക്കാൻ അവസരം കിട്ടുന്നു. അതിൽ പ്രൂവ് ചെയ്യുക മാത്രമല്ല, വിമർശകരുടെ എന്താ പറയാ, അവർക്ക് കരണത്തടി കൊടുക്കുന്ന രീതിയിലുള്ള മത്സരം. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ടീമിൽ ഇടം കിട്ടാത്ത ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് അവിടെ കൂടി നിൽക്കുന്ന 45,000 50,000 പേര് കിടന്ന് ഒരേ സ്വരത്തിൽ വിളിക്കുന്നത്. വേറെ ഏത് ഇന്ത്യയുടെ T20 ടീമിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കളിക്കാരനാര് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ളൂ സഞ്ജു സാംസൺ എന്ന് മാത്രമേ. കാരണം ഇന്ന് വാങ്കഡയിൽ ഉയർന്ന ആരവം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഈ സഞ്ജു എന്ന പ്ലെയറെ എത്രത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് റിലേ ചെയ്യുന്നവർ എത്രത്തോളം സഞ്ജുവിന് പ്രതീക്ഷ വയ്ക്കുന്നു എന്നത് ഇന്ന് വാങ്കഡയിൽ ഉയർന്ന ആരവം കാണുമ്പോൾ മനസ്സിലാവും. എന്തൊരു ബഹളമായിരുന്നു, എന്തൊരു ഫാൻ ബേസാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ BCCയും ICC ഒക്കെ പുറത്തുവിട്ട കുറെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. അതായത് ടീം ബസ്സിൽ സഞ്ജു എന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ബഹളം, ഹോട്ടലിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴുള്ള ബഹളം, പ്രാക്ടീസ് സെഷനിലേക്ക് അദ്ദേഹം വരുമ്പോൾ ആളുകളുടെ ആവേശം. അതുപോലെ തന്നെ ഇപ്പോൾ ദിനേശ് കാർത്തിക്, ഹർഷ ബോഗ്ലെ, ഇയാൻ ബിഷപ്പ് അടക്കമുള്ള മുൻകാല പ്ലേയേഴ്സ്, പിന്നെ നിലവിൽ കവറിന്റെ പ്ലേയേഴ്സ്, അവരെല്ലാം സഞ്ജുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് നമ്മളൊരു മലയാളി ഒരു മലയാളി എന്ന് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം ഈ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അവിടെ പോയി കളിക്കുന്ന ഒരു ഫീലാണ്, അല്ലെ? നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് അതേതോ എന്ന് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. സഞ്ജു ഓരോ സ്റ്റേഡിയത്തിലും ഒന്നാലോചിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ ചെപ്പോക്കായാലും അതുപോലെ ഈഡൻ ഗാർഡൻസ് ആയാലും ഇന്ന് വാങ്കഡയായാലും ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമുദ്രയായിട്ടുള്ള സ്റ്റേഡിയങ്ങളാണ്.
ഇവിടെയൊക്കെ ഒരു മലയാളി പോയി നിന്ന് രാജ്യത്തിന് വേണ്ടി കളിച്ച് മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ ഒരുക്കിയാണ് എന്നൂടെ ആലോചിക്കുമ്പോൾ. കാരണം ഇന്ന് സഞ്ജു കാഴ്ചവെക്കുന്ന ഇന്നിങ്സ്, സഞ്ജുവിന് വേണമെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് വേണമെങ്കിൽ സെഞ്ചുറിയിലേക്ക് പോകാമായിരുന്നു. സഞ്ജു ഒരു ഘട്ടത്തിൽ പോലും അതിനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സെക്കൻഡ് ഇന്നിങ്സ് കളിക്കുമ്പോൾ നമുക്ക് ഇന്നിങ്സിന്റെ പേസ് കൂട്ടാം, കുറയ്ക്കാം, നമുക്ക് ടാർഗറ്റ് മുന്നിൽ കണ്ട് കളിക്കാം, വേണമെങ്കിൽ നമുക്കൊരു സെഞ്ചുറി കളിക്കാം. പക്ഷേ ഇന്നത്തെ ഇന്നിങ്സ് ആ മൊമെന്റ്, ആ തുടങ്ങിയ മൊമെന്റിൽ നിന്ന് ഒരു തവണ പോലും ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടില്ല, ഗിയർ ഡൗൺ ചെയ്തിട്ടില്ല. ടോപ്പ് ഗിയർ തുടങ്ങി ടോപ്പ് ഗിയർ തന്നെ എന്ത് ചെയ്തൊരു ഇന്നിങ്സാണ്. എന്ത് രസമുള്ള ഇന്നിങ്സായിരുന്നു. നേരത്തെ പറഞ്ഞത് ആദിൽ റഷീദിന്റെ ബോളുകൾ ശരി, ബഹുമാനിക്കേണ്ട ബോളുകൾ ബഹുമാനിച്ച് നേരെ ശിവൻ ദുബൈക്ക് സ്ട്രൈക്ക് കൊടുക്കുക. ശിവൻ ദുബൈ ആണെങ്കിൽ വിശന്ന് വിലയും നിൽക്കുന്ന കണക്കാണ്. കിട്ടിയ ബോളൊക്കെ എല്ലാം വെളിയിലാണ്, എല്ലാം ഭാഗ്യമായിരുന്നു. ഈ ബോളുകളെല്ലാം പോയി അത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റി. ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ പതർച്ച ഇന്ത്യൻ ബാറ്റിംഗ് കണ്ടില്ല. നമ്മൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാതിരുന്നില്ല. എല്ലാ ഓവറിനും അവരാണ് ഒരു 14-15 നല്ല റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റി. ഗംഭീര ബാറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ തിരിച്ചെടുപ്പ് ഇംഗ്ലണ്ട് തിരിച്ചടി. പക്ഷെ നമ്മൾ അത്ര സന്തോഷത്തോടല്ല കണ്ടുകൊണ്ടിരുന്നത് എന്നത് മാത്രമേ. പക്ഷേ ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള നിലയിൽ അതൊരു അസാമാന്യമായ തിരിച്ചടിയായിരുന്നു, അസാമാന്യമായ ചേസിംഗ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അവിടെയും നമുക്കും ഇടയിലുണ്ടായിരുന്ന ഒരു വ്യത്യാസം ബുംറ മാത്രമാണ്. ആ ബുംറയുടെ ഒരു ലോകത്ത് എന്തുകൊണ്ട് ലോകത്ത് 1-ാം നമ്പർ ബൗളർ ആകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഈ ബുംറയുടെ ഈ പ്രകടനം തന്നെയാണ്. അതെ, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇനി കളി ജസ്റ്റ് ഒന്ന് ഞാൻ സംസാരിച്ചു പോകാം. 10 ഓവറിൽ ഇരു ടീമുകളും ഒരേ റൺസാണ്. വിക്കറ്റുകളുടെ വ്യത്യാസമുണ്ട്, പക്ഷെ ഒരേ റൺസാണ്. 15, 14, 12 ഓവറിലും അതേ റൺസാണ്. 13 ഓവർ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് നമ്മളെക്കാൾ 6 റൺസിന് മുന്നിലെത്തി. അപ്പോഴൊക്കെ ഉണ്ടായ ടെൻഷൻ ഉണ്ടല്ലോ, കാരണം നമുക്ക് നല്ലൊരു ഫിനിഷ്. 16-ാമത്തെ ഓവറിൽ ഇംഗ്ലണ്ട് നമ്മളും ഏതാണ്ട് ഒരു റണ്ണായിരുന്നു അവിടെ. പക്ഷേ വ്യത്യാസം ഇംഗ്ലണ്ടിന് ഒരു വിക്കറ്റ് അധികം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഈ 16-ാമത്തെ ഓവറിന് ശേഷം കളി നമ്മുടെ കയ്യിലേക്ക് വന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 17-ാമത്തെ ഓവർ അശ്വിൻ എറിയുന്നു, 18-ാമത്തെ ഓവർ ബുംറ എറിയുന്നു. 18-ാമത്തെ ഓവറിലാണ് സത്യം പറയാൻ എനിക്കൊന്ന് ശ്വാസം നേരെ വന്നത്. കാരണം 2 ഓവറിൽ ഏതാണ്ട് 40 സംതിങ് റൺ, അല്ല 38 കണ്ടു വന്നു. ആ ഒരു ഇതിൽ വന്നു. 19-ാമത്തെ ഓവറിൽ ഹർദിക് പാണ്ഡ്യ ഫസ്റ്റ് ബോളിൽ 6 കൊടുത്തെങ്കിലും ബാക്കി 5 ബോൾ അദ്ദേഹം മനോഹരമായിരുന്നു. 20-ാമത്തെ ഓവറിൽ ഫസ്റ്റ് ബോളിൽ ആ ഫീൽഡിങ് ആ റണ്ണൗട്ട്. അതോടുകൂടിയാണ് പിന്നെ സാമാൻ ക്വയറ്റായിരുന്നു. പിന്നെ ഓക്കെ, പിന്നെ ഒന്നും സംഭവിക്കാനില്ല. നേരത്തെ പറഞ്ഞത് അതെ, ശിവൻ ദുബൈ വല്ല ബ്രീറ്റും കൊടുത്താൽ മാത്രമല്ല. എന്തായാലും അവസാനത്ത് 3 വാള് ശിശു കൊടുത്തെങ്കിലും ചങ്ങായി ആദ്യത്തെ 3 വാൾ എറിഞ്ഞ് ക്ലിയർ ചെയ്യും. അങ്ങോട്ട് കൊടുത്താലും കുഴപ്പമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വെറുതെ എറിഞ്ഞു വിട്ടു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ചേട്ടാ, ഈ ബൗളിംഗ് ടീം അത്ര ഗംഭീരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരേ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത് ജസ്പ്രീത് ബുംറ തന്നെയാണ്. അദ്ദേഹം ഡെത്ത് ഓവേഴ്സിലേക്ക് വേണ്ടി എനിക്കൊന്ന് സൂര്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ജസ്പ്രീത് ബുംറയ്ക്ക് വേണ്ടി ബാക്ക് എൻഡിൽ ഓവേഴ്സ് മാറ്റിവെച്ചു. അതായത് പവർ പ്ലേയിൽ എറിഞ്ഞ് വീഴ്ത്തി തീർക്കാണ്ട് ബാക്ക് എൻഡിൽ എനിക്കിതിന് ആവശ്യമുണ്ട്, ഞാൻ ഇതിനെ വെച്ചേക്കാണ്, നീ എനിക്ക് വേണ്ടി ഡെലിവർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് കൗണ്ടർ പറഞ്ഞുകൊണ്ട് നാസിർ ഹുസൈൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് ഗംഭീര ചേസാണ് നടക്കുന്നത്. ഗംഭീര ചേസ് ഇത് ബൗളർമാരായിരിക്കും. പക്ഷെ ഈ ചേസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഇല്ലാതെ പോയത് ജസ്പ്രീത് ബുംറ മാത്രമാണ് എന്ന് നാസിർ ഹുസൈൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. കാരണം അത് ഭയങ്കര കൃത്യമായ നിരീക്ഷണമല്ലേ. കാരണം ബുംറയുടെ 4 ഓവറുകൾ എപ്പോഴും ഏത് എതിർ ടീമായാലും പേടിക്കുന്നത് ബുംറയുടെ 4 ഓവറുകൾ എങ്ങനെ അവർക്ക് നെഗ്ലക്ട് ചെയ്യാം, എങ്ങനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നുള്ളതാണ്. ഇന്ന് സംഭവിച്ചതാണ്. ആദ്യത്തെ ഒരു ഓവറിലായിരുന്നു, 2 ഓവറിൽ കണ്ടാണ് ബുംറ ഇങ്ങനെ ഒരു അത്യാവശ്യം അടിക്കാനെങ്കിലും പറ്റും. അവസാനത്ത് ബുംറയുടെ 2 ഓവർ എക്സ്ട്രാ ഓർഡിനറിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഓവറിൽ 6 പന്തും വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളർ. അത് അദ്ദേഹം പറയുന്നത് മനസ്സ് പറയുന്നിടത്ത പന്ത് പിച്ച് കഴിഞ്ഞാലുള്ള ഒരു എബിലിറ്റിയാണ്. എത്ര കളിയിൽ നമുക്ക് വേണ്ടി ചെയ്തു തന്നേക്കുന്ന മനുഷ്യനാണ്. എത്ര കളി അതിങ്ങനെ നിരന്തരം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബോളർ. പക്ഷേ ലോകത്തിലെ ബെസ്റ്റ് ബോളർ എന്ന് പറയുമ്പോഴാണ് വരുൺ ചക്രവർത്തിയുടെ ചോദ്യം വരുന്നത്. T20s ടോപ്പ് 1 റാങ്കിംഗ് ഉള്ള ബോളറാണ് ചേട്ടാ. ഗ്രൗണ്ടിൽ 4 പാടും തലങ്ങും വിലങ്ങും അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കളിയല്ല, 2 കളിയല്ല, അടുപ്പിച്ച് 3 മത്സരങ്ങളായി വരുൺ ചക്രവർത്തി ഔട്ട് ഓഫ് ഫോം ആണ്. സ്വാഭാവികമായിട്ടും ഫൈനലാണ് വരാൻ പോകുന്നത്. ചോദ്യമുണ്ട്, കുൽദീപ് യാദവിനെ കളിപ്പിക്കണമെന്ന ചോദ്യമുണ്ട്, സിറാജിനെ കൊണ്ടുവരണമെന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. മറുപടി
എന്താണ് പ്രോപ്പർ ലെങ്ത് അല്ലെങ്കിൽ ഏത് ലെങ്തിലാണ് എറിയേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പം എന്നാണ് തോന്നുന്നത്. കാരണം ഈ വേൾഡ് കപ്പ് എടുത്ത് നോക്കിയാൽ വരുണിന് നന്നായിട്ട് തല്ലു പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് തല്ലു പഠിച്ചിട്ടുണ്ടെങ്കിൽ വരുണിന്റെ ലെങ്ത് എന്താണെന്ന് ബാറ്റ്സ്മാൻമാർക്ക് മനസ്സിലായിരിക്കുന്നു. പലരും നിന്ന് അതുപോലെ ഒരു ഘട്ടത്തിൽ പോലും സ്റ്റെപ്പ് കളിക്കുന്നുണ്ട്. എല്ലാവരും ഫിനിഷ് നിൽക്കുകയാണ്. അപ്പൊ അത് വരും. അതൊന്നും കുറച്ചൊരു ഷോർട്ട് ലെങ്തിലാണ്. അത് ഇന്നിപ്പോ ഗവാസ്കറൊക്കെ പറഞ്ഞതാണ് ആ ലെങ്ത് അല്ല. വരുണിന്റെ വേൾഡ് കപ്പിന് മുമ്പ് വരുൺ ബോൾ എറിഞ്ഞിരുന്ന ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് വരുണിന് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. ഷോർട്ട് സൈഡാണ്. അതുകൊണ്ട് തല്ല് നന്നായിട്ട് കൊള്ളുന്നുണ്ടെന്ന് കമന്റർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുൽദീപ് യാദവ് എനിക്കൊന്ന് കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് റൈറ്റ് ഹാൻഡേഴ്സ് ഒരുപാട് ഉണ്ടായത് കൊണ്ട് തന്നെ കുൽദീപ് വന്നാൽ ഒരുപക്ഷെ കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അത് ഏതായാലും ടീം മാനേജ്മെന്റ് അത് എനിക്ക് തോന്നുന്നു വരുണ്ട ഈ നിലവിലെ ഫോം പരിഗണിച്ച് കുൽദീപിനെ കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും അശ്ദീപിനെ മാറ്റി സിറാജിനെ കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് ആം പേസർ എന്നുള്ളൊരു ആനുകൂല്യം അശ്ദീപിനുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ട ഉള്ളതുകൊണ്ട് ഒരൊറ്റ ചോദ്യം. ന്യൂസിലൻഡ് ആണ് ഫൈനൽ എതിരാളി. നമുക്കിപ്പോൾ ഇംഗ്ലണ്ടൊക്കെ മാറ്റി നമ്മൾ ജയിച്ചല്ലോ. നമുക്കിനി ഫൈനലിലേക്ക് പോകുമ്പോൾ ന്യൂസിലൻഡ് എതിരാളികൾ ശക്തമായ സൈഡാണ്. അതവർ തെളിയിച്ചതാണ്. ബ്ലാക്ക് ക്യാപ്സ്, അണ്ടർഡോഗ്സ് എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ദേ ആർ ഇൻ ടു ദ ഫൈനൽസ്. അവരാണ് നമ്മുടെ എതിരാളികൾ. ഈ T20 ലോകത്തിന് തൊട്ട് മുന്നേയുള്ള സീരീസിൽ 4-1 ആധികാരികമായ ജയമാണ് നമ്മൾ ജയിച്ചിട്ട് വന്നത്. അഹമ്മദാബാദ് സ്റ്റേഡിയം, ഇന്ത്യ ന്യൂസിലൻഡ് കളി ഫൈനൽ. എന്ത് തോന്നുന്നു? ആർക്കായിരിക്കും കൂടുതൽ ചാൻസ്? പ്ലസും മൈനസും എന്താണെന്ന് പരസ്പരം നന്നായി അറിയാവുന്ന രണ്ട് ടീമുകളുടെ ഒരു പോരാട്ടമാണ് അഹമ്മദാബാദ് നടക്കാൻ പറ്റും. കാരണം ഒരു 5 മാച്ചിന്റെ ഒരു സീരീസ് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. അവിടെ നേരെ നമ്മൾ വേൾഡ് കപ്പിലോട്ടാണ് പോയത്. ആ 5 മാച്ചിന്റെ സീരീസിൽ 4-1 തോറ്റ ന്യൂസിലൻഡ് അല്ല. ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ, പ്രത്യേകിച്ച് ICC ടൂർണമെന്റ് വരുമ്പോൾ ന്യൂസിലൻഡിന്റെ സ്വഭാവമായിരുന്നു നമ്മൾ പലതവണ കണ്ടെന്നുള്ളതാണ്. അവർക്കെന്തോ ഈ ICC ട്രോഫികളുടെ പ്രത്യേക താല്പര്യമാണ്. അത് നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും ബോൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് അവസാനം തലവട്ട് ഉടയ്ക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇന്ത്യ കാത്തിരിക്കുന്ന ഒരു ഭയങ്കര റെക്കോർഡാണ്. അതായത് ഒരു ഡിഫൻഡിംഗ് ചാമ്പ്യനും ഈ വേൾഡ് കപ്പ് റിട്ടൈൻ ചെയ്തില്ല 2020 വേൾഡ് കപ്പ്. ഈ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിന്റെ ഇതുവരെ ഇന്ത്യയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു സുവർണാവസരമാണ്. ചരിത്രം തിരുത്തി കുറിക്കാനുള്ള ഒരു സുവർണാവസരം ഇന്ത്യയെ കാത്തിരിക്കുകയാണ്. ന്യൂസിലൻഡ് ആണെങ്കിൽ എക്കാലവും ICC ടൂർണമെന്റുകളിലെ ഫേവറിറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറയുന്നത് തങ്ങളുടെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണെന്നും നന്നായിട്ട് പരസ്പരം അറിയാവുന്ന രണ്ട് ടീമുകളാണ്. സോ നമുക്കൊരു ഗംഭീരമായ ഫൈനൽ തന്നെ പ്രതീക്ഷിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് 2007 പ്രഥമ T20 ലോകകപ്പ് എന്ന ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയെ 2024 അവസാനം T20 ലോകകപ്പ് എന്ന രോഹിത് ശർമ്മയും സാക്ഷിയാക്കിക്കൊണ്ടാണ് സൂര്യകുമാർ യാദവും ടീമും ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ 7 റൺസിന്റെ ഐതിഹാസികമായ വിജയവും നേടിക്കൊണ്ട് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെ നേരിടാൻ വേണ്ടി തയ്യാറാകുന്നത്. സ്ട്രോങ് സൈഡാണ്, ശക്തമായ സൈഡാണ്. എന്നാൽ ഇന്ത്യക്ക് ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ, ബൗളിങ്ങിൽ പിഴവുണ്ടോ, ഫീൽഡിങ്ങിൽ അസാമാന്യമെന്നുണ്ടെങ്കിൽ പോലും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടീമിൽ മാറ്റങ്ങളുണ്ടായി ഫൈനലിലേക്ക് ഇറങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. 8-ാം തീയതി രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 140 കോടി ജനങ്ങൾ കാത്തിരിക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഇതേ ജയം ഇതേ കാണികളെ പോലെ തന്നെ ആഘോഷിച്ച് കപ്പ് പൊക്കുന്നതും കണ്ടിട്ട് നമുക്ക് പിരിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചേട്ടാ ഒരുപാട് സന്തോഷം ഈ മത്സരത്തിൽ ഇപ്പോൾ സംസാരിച്ചതിന് നിന്നതിനും. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നന്ദി. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ രാത്രി പിരിയാം. ഞായറാഴ്ചയാണ് ഫൈനൽ, കാത്തിരിക്കാം.